ഞാനിവിടെ ഈ ഹോളി ലാൻഡ് ചേർച്ചിനകത്ത് ലോക്കായി പോയിട്ടുണ്ട്. കാരണം സമയം കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഗേറ്റ് ലോക്കായിട്ടുണ്ട്. ഇതെങ്ങനെ തുറക്കാമെന്നും അറിയില്ല. ഭയങ്കര ഹൈറ്റാണ്. ഇത് കയറി ചാടാനൊന്നും കഴിയില്ല. ഞാൻ പല ഗേറ്റുകളും ശ്രമിച്ചു നോക്കി. ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഗോറി കഴിഞ്ഞ് തിരികെ തിബിലിസിലോട്ട് പോവുകയാണ്. മറ്റൊരു റൂട്ടിൽ വന്ന വഴിയല്ല, മറ്റൊരു ഉൾഗ്രാമങ്ങളിലൂടെയാണ് ഞങ്ങൾ GPS ഇട്ട് അങ്ങനെ കാർ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഹോളി ലാൻഡ് ചേർച്ചും കൂടെ കവർ ചെയ്ത് പോകാം. ഇവിടുത്തെ മെയിൻ ചേർച്ചാണ് ഹോളി ലാൻഡ്. ഇത് അതിൻ്റെ സരളത്തിണ്ട്. ഇവിടെ ആരെയും കാണാനില്ല. സമയം 7 മണി കഴിഞ്ഞു. ഷിക്കയിലുള്ള വളരെ പ്രധാനപ്പെട്ട ചേർച്ചാണ്. തണുത്ത് വിറഞ്ഞിരിക്കുകയാണ്. ഞാൻ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ഇവിടെ. നല്ല തണുപ്പുണ്ട്. ഞാൻ ഈ ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഹോളി ലാൻഡ് എന്നാണ് ക്രിസ്ത്യൻ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നത്. കണ്ടോ അതിൻ്റെ ഒരു നമ്മുടെ നാട്ടിൽ നല്ല ഹൈറ്റുള്ള 2 തെങ്ങ് വെച്ച് കഴിഞ്ഞാലുള്ള ഹൈറ്റ് ഉണ്ടാവും ഇതിന്. ഏകദേശം ഒരു 10 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റ് ഉണ്ട് ഈ ഒരു ചേർച്ചിന്. ചേർച്ചിന് ചുറ്റും വലിയ കോട്ടമതിലാണ്. പിന്നെ മറ്റൊരു ഗേറ്റാണത്. ഇതിൻ്റെ എൻട്രൻസ് എവിടെയാ കാണുന്നില്ല. ആരുമില്ല. ഈ വലിയൊരു ചേർച്ചുണ്ട്, ഞാനും ഉണ്ട് ഇതിൻ്റെ അകത്ത്. വേറെ ആരുമില്ല. കണ്ടില്ലേ, സമയം അതുകൊണ്ട് അവിടെ എത്താൻ വൈകിപ്പോയി. പക്ഷെങ്കിൽ ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചേർച്ചാണിത്. ഫസ്റ്റ് ക്രിസ്ത്യൻ സിറ്റി എന്നൊക്കെ ഈ ഒരു നഗരത്തെ പറയാം. ജാക്കറ്റ് ഇടാത്തത് കൊണ്ടാട്ടോ ഞാനിങ്ങനെ കിടന്ന് പറയുന്നത്. Open. Now this is closed. തുറക്കപ്പെടുന്നില്ല. ചെന്ന് നോക്കാം. ക്ലോസ്ഡ് എന്നാണ് കാണിക്കുന്നത്. ഉള്ളിൽ ലൈറ്റ് കാണുന്നുണ്ട്, പക്ഷെ ഡോർ ക്ലോസ്ഡ് ആണ്. ഓക്കെ, നമുക്ക് തിരിച്ചു പോവാം. പാർക്കാണ്. വലിയ വലിയ കല്ലുകളൊക്കെ വെച്ച് ഇതുണ്ടാക്കിയിട്ടുണ്ട്. പഴയകാല ക്രിസ്ത്യൻ സിറ്റി. ഇന്ന് വറ്റിക്കാൻ സിറ്റിയാണ് ഈ ഒരു സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിലൂടെ പോവുക, ഈ സൈഡിലൂടെ പോയി നോക്കാം. ബാക്കി എല്ലാവരും കാറിലാണ്, ഞാൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ കുറച്ച് ഡോഗ്സിനെ കാണുന്നത്. ഇവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഒലീവ്
ഒരു ഒലീവ് ട്രീ നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് ഇതാക്കി വെച്ചിട്ടുണ്ട്. അതിനെന്തോ പ്രത്യേകമായിട്ട് സംരക്ഷിച്ച് വച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ഇവിടെ കുടിക്കാൻ വെള്ളമൊക്കെ ഉണ്ട്. കുടിവെള്ളം സംവിധാനം. ഏറ്റവും മുകളിലായിട്ട് ഹോളി ക്രോസ് കാണുന്നുണ്ടോ? ഈ ചേർച്ചിലോട്ട് വരുന്ന വഴിയിൽ എല്ലാം റോഡ് സൈഡിലെല്ലാം ഇടയ്ക്കിടെ നമുക്കൊരു കിലോമീറ്റർ കഴിയുമ്പോഴും വലിയ ക്രോസുകളൊക്കെ കാണാം. ഇപ്പോൾ കയറി വന്ന ഡോർ എവിടെയാണെന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നു. ക്ലോസ് ആക്കിയോ? ആ, ഈ ഒരു ഭാഗമാണ്. അയ്യോ, ഗേറ്റ് അടച്ചല്ലോ. ഞാൻ എങ്ങനെ ഇതിലൂടെ രക്ഷപ്പെടും? മറ്റൊരു വഴി നോക്കാം. അയാളെന്താ പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് അതാ ചേച്ചിന്റെ ഫാദറാണോ? ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ചേർച്ചിന്റെ ഉള്ളിലും അതില് പ്രാർത്ഥനകളൊക്കെ നടത്തുന്ന ഒരാളുണ്ടാവും. ഇത് പണ്ഡിതൻ. രക്ഷപ്പെട്ട് പിന്നീട് കുറച്ച് വീഡിയോകളൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ടെൻഷനായി, അത് തുറക്കാൻ പറ്റുന്നില്ല. പുറത്തൊന്നും ഇവർ കുറേ ട്രൈ ചെയ്തു. ഞാൻ അകത്തിരുന്നു. അവസാനം അവിടെ താമസിക്കുന്നൊരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു ഉണർത്തി. അയാൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. രാത്രി 8:30-9 മണിയായി. ഞാൻ 1 മണിക്കൂറോളം അതിൻ്റെ ഉള്ളിൽ ട്രാപ്പായി. ഗേറ്റൊക്കെ എടുത്ത് ചാടാൻ നോക്കി. പക്ഷെങ്കിൽ ഹൈറ്റിലോട്ട് കയറും, പിന്നെ എടുത്ത് ചാടാൻ പറ്റാണ്ട് ഒക്കെ ഭയങ്കര ഇലക്ട്രിക് ഷോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും നടന്നില്ല. അവസാനം എനിക്ക് വേണ്ടി ഗേറ്റ് ഓപ്പൺ ആക്കി തന്നു. ഓക്കെ, റിമോട്ട് കൺട്രോളായിരുന്നു ഗേറ്റ്. ലോക്ക് കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. പുറത്തിരുന്ന് മക്കളും പേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതിനകത്ത് പെട്ടതുകൊണ്ട് രാവിലെ ആവുന്നത് വരെ അതിനകത്ത് ആ ഫ്രീസിങ് ടെമ്പറേച്ചറിൽ ഇരിക്കേണ്ടി വരുമോ എന്നൊക്കെ പേടിച്ചു പോയി. കാരണം ജാക്കറ്റൊന്നും ഇല്ലാണ്ട് ഇരിക്കണം. പിന്നെ അവിടെ ഉള്ളത് കുറച്ച് വലിയ വലിയ സൈസുള്ള ഡോഗ്സ് ആണ്, 4-5 എണ്ണം. അതാണെങ്കിൽ എന്നെ നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കത്തീഡ്രലിൻ്റെ അകത്തോട്ട് കയറാനും പറ്റുന്നില്ല, അതും ലോക്കാണ്. അല്ലെങ്കിൽ അതിൻ്റെ അകത്തിരിക്കായിരുന്നു. അങ്ങനെ ഒരു ന്യൂ എക്സ്പീരിയൻസ്. ആ കത്തീഡ്രൽ ചുറ്റും നടക്കാൻ 1.5 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. വലിയ സൈസാണ്. ഞാൻ 4-5 കിലോമീറ്റർ ഞാനത് വട്ടം ചുറ്റി നടന്നിട്ടുണ്ട്, ഏതെങ്കിലും ഗേറ്റിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷെങ്കിൽ എല്ലാം ക്ലോസ് ആയിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ തിബിലിസിയിൽ എത്തി. തിബിലിസിയിൽ നിന്നും ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. ഞങ്ങൾ ഈവനിങ് അർമേനിയയിലോട്ട് പോകും. അർമേനിയ ആദ്യം ലാൻഡ് ബോർഡർ ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ പിന്നെ അത് ഫ്ലൈറ്റിലോട്ടാക്കി മാറ്റി. പെട്ടെന്നൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് ഈ സിറ്റി, ഇവിടുത്തെ ബ്രിഡ്ജ് കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.